ഹായ് മക്കളെ, സോ നമുക്ക് CBSEയിലെ നമ്മുടെ പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. 2024 ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോടാ. കൺസിഡർ ദി ഫോളോയിങ് കേസസ്: CaSO4 പ്ലസ് AL, അതേപോലെ തന്നെ FeSO4 പ്ലസ് Cu ആൻഡ് CuSO4 പ്ലസ് Ca ആൻഡ് ZnSO4 പ്ലസ് Mg. ഈ പറഞ്ഞിരിക്കുന്ന റിയാക്ഷനിൽ ഇതിൽ ഏതിലായിരിക്കും ന്യൂ പ്രോഡക്ട്സ് ഉണ്ടാവും? ദാറ്റ് ഈസ് അവിടെ ഏതിലായിരിക്കും റിയാക്ഷൻ നടക്കുക എന്നുള്ള. അങ്ങനെ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ ഒരു AL അല്ലെങ്കിൽ Cu അല്ലെങ്കിൽ Ca അല്ലെങ്കിൽ Mg, അത് നമ്മുടെ SO4-നൊപ്പം വരുന്ന ആ സൊല്യൂഷനിലുള്ള ആളിനേക്കാളും മെറ്റലിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ നോക്കിയടാ, CaSO4-ൽ CA ഉണ്ട്, AL ഉണ്ട്. അതിൽ കൂടുതൽ റിയാക്റ്റീവ് CA ആണ്. സോ അവിടെ എന്ത് ചെയ്യില്ല, റിയാക്ഷൻ നടക്കില്ല. ഇനി അടുത്തത് വരുന്ന FeSO4 പ്ലസ് Cu ആണ്. അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന Cu ആണ്, ബട്ട് ഇവിടെ റിയാക്ഷനിൽ സൊല്യൂഷനിൽ Fe ആണ്. സിൻസ് Fe ഈസ് മോർ റിയാക്റ്റീവ്, അതുകൊണ്ട് അവിടെയും പ്രോഡക്റ്റ് ഫോം ചെയ്യൂല. ഇനി അടുത്തതിൽ നോക്കിക്കോ, CA ആണ്, മോർ റിയാക്റ്റീവ് ആണ്, Cu ആണ് ഇവിടെ വരുന്ന സൊല്യൂഷനിൽ. സോ ഹിയർ ദ റിയാക്ഷൻ വിൽ ബി ഹാപ്പനിങ്. അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും. അടുത്തതിൽ നോക്കാം, Mgയിൽ Mg ഉണ്ട്, സൊല്യൂഷനിൽ Zn ലെസ് റിയാക്റ്റീവാ, അതുകൊണ്ട് അവിടെയും റിയാക്ഷൻ നടക്കും. സോ ആകെ രണ്ട് റിയാക്ഷൻസ് ആണ്. ബിയിലും ഡിയിലും ആയിരിക്കും നമുക്ക് അവിടെ പ്രോഡക്റ്റുകൾ ഫോം ചെയ്യുക. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ ആൻസർ. അപ്പോൾ ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന റിയാക്ടിവിറ്റി സീരീസ് ആണ്. റിയാക്ടിവിറ്റി സീരീസിൻ്റെ ഓർഡർ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. അത് ബേസ് ചെയ്തിട്ട് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ബേസ് ചെയ്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ തന്നെ ആൻസർ ചെയ്യാൻ നോക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് എഴുതാം.